ഹായ് ഗൈസ്, ഇന്ന് നമുക്ക് കരിമീൻ പൊള്ളിച്ചത് ഉണ്ടാക്കിയാലോ. ഉപ്പ്, മുളക്, മഞ്ഞപ്പൊടി, നാരങ്ങനീര് ഒഴിച്ച് ഫ്രിഡ്ജിൽ. ഞാൻ ഇത്ര ദിവസം വീഡിയോ ഇടാണ്ടിരുന്നത് ഞാൻ വീട്ടിൽ കഴിച്ചായിരിക്കും. ഇതിന്റെ മസാലയ്ക്ക് വേണ്ട സാധനങ്ങൾ: ഉള്ളി, തക്കാളി, വേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ഉപ്പും മുളകും മഞ്ഞപ്പൊടി. നമ്മൾ പുറത്താണ് അടുപ്പ് ഉണ്ടാക്കണത്. ഉണ്ടാക്കാൻ ഞങ്ങൾ കുറെ പേരുണ്ട്. നല്ല വൈബാണ് കേട്ടോ. അവിടെ പാൻ ചൂടായിപ്പോ ഇതിലേക്ക് ഇനി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കും. സാധാ മീൻ വറക്കണ പോലെ അല്ല, മീനുകൾ വറുത്തെടുക്കണം. വറക്കണ സമയത്ത് വേപ്പിലിടാണെങ്കിൽ നല്ല ഫ്ലേവർ കിട്ടും. ഇത് വറക്കുമ്പോ നല്ല മണം വരുന്നുണ്ടായിരുന്നു. അയ്യന്ന് വെള്ളം വന്നിരിക്കായിരുന്നു. നല്ല മണം വരുന്നുണ്ട്. ഞാനിതിപ്പോ ഒന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കായിരുന്നു. പിന്നെ ചേട്ടൻ നല്ല വാഴല് നോക്കി വെട്ടി കൊണ്ടുവന്നു. പിന്നെ അവിടെ കരിമീൻ വറുത്തിട്ട് പ്ലേറ്റിൽ ഇട്ട് തുടങ്ങി. വറുത്ത വെളിച്ചെണ്ണയിലേക്ക് തന്നെ സവാളയും തക്കാളിയും, പിന്നെ അതിലേക്ക് വേണ്ട മസാലപ്പൊടി ഇട്ട് കൊടുത്തു. പിന്നെ അത് വഴിച്ചെടുത്തു. ഈ മസാല വാട്ടി വെച്ച വാഴയിലേക്ക് ഇട്ട് കൊടുത്തു. നേരത്തെ വറുത്ത മീന് അലക്കി വെച്ചു കൊടുത്തു. ഇതിന്റെ മുകളിലേക്ക് കുറച്ച് മസാലയും കൂടി വെച്ചു കൊടുത്തു. പിന്നെ മീൻ വാഴയിലേക്ക് പൊതിഞ്ഞ് കെട്ടി. പിന്നെ രണ്ടു പുറം ചൂടാക്കി എടുക്കണം. ഞങ്ങൾ ഇത് തുറക്കാൻ പോവാണ്. അമ്മയാണ് ഇത് തുറക്കാൻ പോണത്. ഞങ്ങള് കൊതിയായിട്ടാണ് ഇരിക്കണത്. ആ വാഴയില തുറന്നപ്പോ നല്ല മണം വരുന്നുണ്ടായിരുന്നു. ഇത് വറക്കണ സമയത്ത് അമ്മോട് ഒരു കഷ്ണം ചോദിച്ചിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. മീനില് മസാല നല്ലോണം പിടിച്ചിട്ടുണ്ട്. ഞങ്ങള് ഇത്തിരിയും കൂടി ഭംഗിയാക്കാൻ സവോള വട്ടത്തിൽ അരിഞ്ഞിട്ടു. ഒരാൾക്ക് വീഡിയോയിൽ കാണിക്കാൻ നാണായിട്ടിരിക്കായിരുന്നു. ഹായ്, നല്ല മണം വരുന്നുണ്ടാ. ഇത് ഇനി കഴിക്കാൻ ഓർന്നിട്ട് ഇനി ഞങ്ങളിത് ചോറ് കൂട്ടി കഴിക്കാനാണ്. ഇനി നമുക്കിനി കഴിച്ചു നോക്കാം. നമുക്കൊരു പിടി പിടിക്കാം. ആദ്യം ഞങ്ങള് 4 പേരാണ് ടേസ്റ്റ് നോക്കിയിരിക്കണത്. ഇത് ചോറ് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരുന്നു. ഞങ്ങൾ എല്ലാരും കൂടി കഴിക്കുമ്പോ നല്ല വൈബായിരുന്നു. എല്ലാരും വീട്ടിലും ട്രൈ ചെയ്ത് നോക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.